നമസ്കാരം ഗൈസ്. അപ്പോൾ ഓവർ തിങ്കിങ് ഔട്ട് ലൗഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ കറക്റ്റ് വെളിച്ചുള്ള സമയത്ത് നിന്നേനു, അപ്പോൾ കുറച്ച് കൂടിപ്പോയി, അതായത് പെട്ടെന്ന് വന്നേന്ന്. നിങ്ങൾ ഈ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ടോ? ഇവിടെ എന്തെല്ലോ കൺസ്ട്രക്ഷൻ വർക്ക്സ് എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ കാണിച്ച മനസ്സ് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഓവർ തിങ്കിങ് ഔട്ട് ലൗഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട്. ശരി പറഞ്ഞാൽ ഞാനൊരു നല്ലോണം ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. നല്ലോണം എന്ന് വെച്ചാൽ ചെറുതെന്നല്ല, നല്ലോണം ഓവർ തിങ്ക് ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കാലമായി യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളൊരു രീതിക്ക് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ കുറേ പുതിയ നല്ല ഗ്രേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു എല്ലാവരും സ്റ്റീരിയോട്ടിപ്പിക്കലായിട്ട് ഉള്ള സംഭവം നോക്കാണ്ട് വെറൈറ്റി സാധനം പിടിക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറേ കാലം എന്ന് വെച്ചാൽ കുറച്ച് കാലമായി ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ത് തുടങ്ങും. അങ്ങനെ ഞാൻ ചാറ്റ് ജിപിടിയിൽ ഇങ്ങനെ ടോപ്പിക്സ് എല്ലാം ചോദിച്ചിട്ട് ഞാൻ ഇടും. അപ്പോൾ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഓവർ തിങ്കിങ് ഔട്ട് ലൗഡ് എന്ന് പറഞ്ഞിട്ടൊരു പേര് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ച് കൊള്ളാലോ, കാരണം ഓവർ തിങ്ക് ചെയ്യുന്ന പേഴ്സണും ആണ് ഞാൻ. അപ്പോൾ അതിനെക്കുറിച്ചൊരു വ്ളോഗ്. ഇപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു സംഭവം പറയുന്നുണ്ടാവും, പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എഴുതുന്ന സമയത്ത് വേറെ സംഭവത്തിലേക്ക് എത്തും. അപ്പം അതാണ് ഓവർ തിങ്കിങ് ഔട്ട് ലൗഡ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ ഏകദേശം തിരിയുന്നുണ്ടാവും ഞാൻ എവിടെയാണെന്നുള്ളത്. ഞാൻ ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂരിൽ ഞാനിപ്പോൾ വെറുതെ ഇരിക്കുന്നതാണ്. വെറുതെ ഇരിക്കുകയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്താണ് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഇപ്പോൾ പാഷൻ എന്താണ്, അങ്ങനെ ഇങ്ങനെല്ലാം തിങ്ക് ചെയ്തിരിക്കുന്നതാണ്. എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ അതിൽ ക്വിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട്, അതായത് എല്ലാവരും ഈ ജോലിക്ക്, ഇങ്ങനത്തെ ജോലിക്ക് തന്നെയല്ലേ പോകുന്നത്. ഇപ്പം ഞാനിപ്പോൾ കോളേജ് കഴിഞ്ഞപ്പോൾ മറ്റേ പ്ലേസ്മെൻറ്റ് പെട്ടെന്ന് കിട്ടും, ഇങ്ങനത്തെ എല്ലാം പറഞ്ഞിട്ടാണ് ഒരു 3 കൊല്ലത്തെ കോഴ്സിന് ഒരു കോളേജിൽ പോയിട്ട് നോക്കുമ്പോൾ അവിടെ ഇപ്പോൾ ഒരു 200 പിള്ളേരുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഇപ്പം പഠിക്കുന്ന പിള്ളേർക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി കിട്ടി. ഇപ്പോൾ നമ്മളെ പോലത്തെ കുറേ ആൾക്കാർ, എന്നെ പോലത്തെ കുറേ ആൾക്കാരുണ്ട് ജോലി കിട്ടാണ്ട്. അപ്പോൾ ഇങ്ങനെ എന്നിട്ട് ഞാൻ തന്നെ ഒരു ജോലിക്ക് പോയി. എനിക്കറിയാം അതെനിക്ക് പറ്റില്ല, വർക്ക് പ്രഷറോ ഒന്നും ഇല്ലാത്തൊരു കമ്പനിയിൽ തന്നെ ജോയിൻ ചെയ്തായിരുന്നു. ബട്ട് കുറച്ച് കഴിയുമ്പോൾ മടുപ്പെടും. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്ത അതേ സംഭവം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് രാവിലെ എണീക്കുന്ന 9 മണിക്ക് പോകുന്നു, 5 മണിക്കേക്ക് തിരിച്ചു വരുന്നു. ഒരു ന്യൂ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. എന്താ പറയുക, ഒരു ലൈഫ് ഒരു അഡ്വഞ്ചറസ് അല്ല. എനിക്ക് എൻ്റെ ഒരു ലൈഫ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇതിലോട്ട് എയർപ്ലെയിനിലാണ് പോകുന്നുണ്ട്, കാണുന്നുണ്ടോ? എയർപ്ലെയിനിലെ ഹെലികോപ്റ്റർ, സോറി. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഇനിയിപ്പോൾ കേൾക്കൂ. അപ്പോൾ എനക്കെന്ന് വെച്ചാൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യണം. പക്ഷെ അറിയാലോ, എല്ലാവർക്കും ഓരോരോ പേർപ്പസ് ഉണ്ടാവും ലൈഫിൽ. എനിക്കും ഇങ്ങനെ ഒരു പേർപ്പസ് ഉണ്ടെന്ന് എൻ്റെ വിചാരം. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ കുറേ കാലമായിട്ട് ഇപ്പം എൻ്റെ ചുറ്റിലും ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, 10th വരെ പഠിക്കണം എന്ന് പറഞ്ഞു, പഠിച്ചു. ഓക്കെ, 10th വരെയുള്ള എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള. പിന്നെ +1 +2 അത് ഞാൻ ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴും കോളേജ് ചേരാൻ പറഞ്ഞു. അത് ഞാൻ കോളേജിൽ അങ്ങനെ ചേർന്നു. കോളേജിൽ ചേർന്ന് എനിക്ക് ജോലിക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ജോലിക്കും പോയി. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇല്ല. അതായത് എല്ലാം നമ്മളിപ്പോൾ ഒരു സൊസൈറ്റി എന്താണെന്നോ പറയുന്നത് അതുപോലെ അങ്ങ് പോകുന്ന. ഇപ്പോൾ നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ജോലി, അതായത് ഞാനിപ്പോൾ കോളേജ് കഴിഞ്ഞപ്പോഴും ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ചോദ്യം, എന്താ ജോലി കിട്ടാണ്ടായിപ്പോയ, അങ്ങനെ ഇങ്ങനെ എല്ലാം പണ്ട് കുറേ ചോദ്യങ്ങൾ വേറെയും വരും. അതുകൊണ്ടാണ് ഞാനൊരു ജോലി ഞാൻ സ്വയം എങ്ങനെയല്ലോ ഒപ്പിച്ചെടുത്തത്. കുറച്ച് നല്ലോണം കഷ്ടപ്പെട്ട് ഞാൻ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം എനിക്കൊരുമാതിരി ഗിൽറ്റി ഫീൽ അടിക്കാൻ തുടങ്ങി. അത് എല്ലാവർക്കും ഒന്നും വരില്ല, പക്ഷെ ചില ആൾക്കാർക്ക് ഈ ഒരു സംഭവം വരും. അതായത് നമുക്ക് എന്താ പറയുക, നമ്മളെ മൈൻഡ് എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. അതായത് എനിക്കിപ്പോൾ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം എൻ്റെ മൈൻഡ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്യണോ, അല്ലെങ്കിൽ ഇപ്പോൾ കുറേ ആൾക്കാരോട് ഇപ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് എൻ്റെ മൈൻഡ് അങ്ങനെ പോകും. അപ്പോൾ എനിക്കിപ്പോൾ എല്ലാ ദിവസവും ഒരു ഓഫീസിൽ വന്നിട്ട് കുത്തിരിക്കുക, എൻ്റെ കമ്പ്യൂട്ടർ നോക്കിയിട്ട് വർക്ക് ചെയ്യുക, അതെല്ലാം എന്ന് വെച്ചാൽ അത് കാണുന്നുണ്ടെങ്കിൽ അത് ആ ഹെലികോപ്റ്റർ തിരിച്ചു വന്നിട്ട്. അപ്പോൾ ഇതൊന്നാമത് ഇവിടെ എയർപോർട്ടിൻ്റെ അടുത്തായ സ്ഥലം, നല്ല സൗണ്ടെല്ലാം ഉണ്ടാവും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, നമ്മൾ ഒരു മൈക്ക് വാങ്ങിക്കുന്നവരെ ഇതെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം.
അയ്യോ, ഇതിപ്പോൾ എത്രത്തോളം ഈ ഒരു വ്ളോഗോ കാര്യങ്ങളോ എൻ്റെ ഈ ചാനലോ എത്രത്തോളം ക്ലിക്കാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ഹാവ് ടു ഡു ദിസ്. കാരണം ഞാൻ കുറേ കാലം ഞാൻ ആൾക്കാർ എന്ത് ചിന്തിക്കുമെന്ന് വെച്ച് ഞാൻ കുറേ കാലം വ്ളോഗ് ആയിക്കോട്ടെ. ഒന്നാമത്തെ കാര്യം, ഞാൻ സോഷ്യലി ആക്റ്റീവ് അല്ലാത്ത ആളാണ്. സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, ഞാൻ ആക്റ്റീവ് അല്ലാത്ത ആളാണ്. അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ എൻ്റെ ഈ ഒരു ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാർ എന്ത് ചിന്തിക്കും, ആൾക്കാർ ജഡ്ജ് ചെയ്യുമോ, അങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് എല്ലാ മനുഷ്യന്മാർക്കും ഇല്ലാത്ത ആൾക്കാരുണ്ടോ എന്നറിയില്ല. ബട്ട് എൻ്റെ ചുറ്റുപാടുള്ള എല്ലാവർക്കും ഉണ്ട്. അവർക്ക് കുറേ പാഷൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന് തന്നെ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ തുടങ്ങാൻ പറ്റൂല എന്ന് വെച്ചാൽ അങ്ങനെ തുടങ്ങൂല എന്നുള്ള രീതിക്ക് തന്നെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. കാരണം എന്ത് ചിന്തിക്കും. അപ്പം ഞാനും അങ്ങനെ കുറേ കാലം നിന്നു. ബട്ട് ഇപ്പം ഞങ്ങൾക്ക് എന്തോ ഒരു ധൈര്യം കിട്ടി. ഒന്നാമത് ഞാനിങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ഒരു സംഭവം ചെയ്യുന്നതിന് മുന്നേ അതിന് ഒരു 100 നെഗറ്റീവ് കണ്ടെത്തുന്ന ആളാണ്. ഓവർ തിങ്കറാണല്ലോ. അപ്പോൾ പക്ഷേ ഓവർ തിങ്കിങ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പോസിറ്റീവ് ഓവർ തിങ്കിങ്ങും ഉണ്ട്, നെഗറ്റീവ് ഓവർ തിങ്കിങ്ങും ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ഓവർ തിങ്കിങ് ഞാൻ കുഴപ്പമില്ല എന്നെങ്കിലും വിചാരിക്കുക. പക്ഷേ ഫുൾ നെഗറ്റീവ് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാൾക്ക്, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ എന്തെല്ലാം നെഗറ്റീവ് കമൻറ്റ്സ് വരും, ഇങ്ങനെ അങ്ങനെ, അപ്പോൾ ഇങ്ങനെ വന്നാൽ അങ്ങനെ റെസ്പോണ്ട്, അങ്ങനത്തെ ഒരു സംഭവം ആണ്. അപ്പോൾ നല്ല വെയിൽ കഴിച്ചു. ഞാനപ്പോൾ ഇവിടെ താഴെ വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. നല്ല വെയിലെന്ന് വെച്ചാൽ മുകളിൽ നല്ല ചൂടാവുന്നത്. അപ്പോൾ എനിക്ക് ഈ വ്ളോഗിലോട്ട് ഒന്നാമത്തെ കാര്യം, എനിക്ക് കുറേ ഒപ്പീനിയൻസൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരിടമാണ് എൻ്റെ ഈ ഒരു വ്ളോഗ്. എനിക്ക് ഒപ്പീനിയൻസ് മാത്രമല്ല, നമുക്കിപ്പോൾ ചില ആൾക്കാർക്ക് നല്ലോണം സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അത് എനിക്കിപ്പോൾ മനസ്സിലായി വരുന്നേ ഉള്ളൂ. അതായത് ഞാൻ ആദ്യം വിചാരിക്കല് ഓക്കെ എനിക്ക് ആരോടും സംസാരിക്കാൻ ഇഷ്ടമല്ല, അങ്ങനെ ഞാൻ വിചാരിക്കില്ല. പക്ഷെ എനിക്കിപ്പോൾ കുറച്ച് കാലമായിട്ട് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി എനിക്ക് സംസാരിക്കാൻ വളരെ ഇഷ്ടമാണ്. ഇതെൻ്റെ കണ്ണൂർ സ്ലാങ്ങാണ്, നിങ്ങൾ അത് മൈൻഡാക്കിയോ വേണ്ട. അപ്പോൾ സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്ക് ഒന്ന് ആലോചിക്കുക. എനിക്ക് ഇത്രയും ഇങ്ങനെ വളവള അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഓഫീസിൽ പോയിട്ട് എനിക്ക് ഈ കോർപ്പറേറ്റ് ടോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതറിയോ? അതായത് നമ്മളിപ്പോൾ ഒരു ജോബ് ചെയ്യുന്ന ഒരാൾ, ഇപ്പോൾ അവരെ ടോക്കോ അവരെ ലോഫോ എല്ലാം ഈ റിച്ച് ലോഫ് എന്നെല്ലാം പറഞ്ഞിട്ടൊരു സംഭവം ഇല്ലേ? അതായത് റിച്ച് പീപ്പിൾസ് ഫേക്ക് ലാഫ് ചെയ്യുന്നത്, അതുപോലത്തെ ടോക്ക്. അവരെ ഫുള്ള് ടോക്കെല്ലാം നമ്മൾ ഭയങ്കര ഫേക്കായിരിക്കും. അതായത് അതിനൊക്കെ വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല, അതായത് നമ്മളെ പൊസിഷൻ വെച്ച് മിണ്ടുന്ന ആൾക്കാരെയോ അങ്ങനത്തെ ആൾക്കാരെല്ലാം വേണ്ട. എൻ്റെ ചുറ്റിലും നല്ല പോസിറ്റീവ് ആയിട്ടില്ല. എനിക്കിപ്പോൾ തോന്നുമ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റണം. എനിക്കിപ്പോൾ നാളെ എനിക്ക് ചെന്നൈ പോകാൻ പറ്റണം, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ എന്ത് ചെയ്താലും എനിക്ക് ഇങ്ങനത്തെ ഒരു ജോലിക്ക് പോയാൽ എനിക്ക് ഒരിക്കലും ട്രാവലിങ് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ ഞാൻ ഈ ഒരു 3 മാസം ഓഫീസ് എംപ്ലോയ്മെൻറ്റും എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ പൈസേൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഒന്നാമത് എനിക്ക് ഇപ്പോൾ ഗേൾസിന് ഇത് കുറച്ച് റിലേറ്റബിൾ ആയിരിക്കും. കാരണം നല്ല ഹൈ മെയിൻ്റനൻസ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഫുഡ് എൻ്റെ ഒരു കാര്യത്തിൽ വെച്ചാൽ നല്ലോണം ഫുഡിൻ്റെ ഇതിൽ നല്ലോണം ചിലവാകുന്നുണ്ട്. കാരണം എപ്പോഴൊന്നുമില്ല, ഇടയ്ക്ക് ഇപ്പോൾ ഒരു ഫുഡ് ക്രേവിങ്സ് എല്ലാം വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടും. അപ്പം തന്നെ പകുതി പൈസയും തീരും. പിന്നെ ഞാൻ ഈ 3 മാസത്തിൽ ഞാൻ എല്ലാ മാസവും വീട്ടിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഫസ്റ്റ് എനിക്കറിയില്ല എൻ്റെ ദൈവമേ, അതായത് വീട്ടിൽ പോയിട്ട് തിരിച്ച് ബാംഗ്ലൂർ എത്തുമ്പോഴത്തേക്കും 5000 റുപ്യ എൻ്റെ കയ്യിലുണ്ടാവുക. ആലോചിച്ച് നോക്കിയാൽ 5000 റുപ്യ. അപ്പോൾ ആ 5000 റുപ്യയിൽ ഇപ്പം ഞാൻ 1 തീയതി പോയിട്ട് 4 തീയതി തിരിച്ചെത്തി വിചാരിക്കുക. അപ്പോൾ ഈ 5000 റുപ്യേനെ കൊണ്ട് ഈ ബാക്കിയുള്ള ഈ 25-24 ദിവസവും അത്രയെല്ലാം ഇതാക്കുകയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. ഭയങ്കര ചെറുതൊന്നുമല്ല. അപ്പോൾ അതുപോലത്തെ കുറേ ഇഷ്യൂസ് എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു മന്ത് എൻഡാവാൻ വേണ്ടിയിട്ട് ഈ പൈസക്ക് വേണ്ടിയിട്ട്, അതായത് എൻ്റെ മെൻറ്റാലിറ്റിയും അങ്ങനെ ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ ആവുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഞാനിപ്പോൾ കുറേ ആൾക്കാരെ ഞാൻ കാണുന്നതല്ലേ നമ്മളിപ്പോൾ ഈ ഓഫീസിലെല്ലാം പോകുന്ന സമയത്ത് ആ ടൈം. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ പറയാം, മന്ത് ഉണ്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയല്ല ഉണ്ട്. എനിക്ക് എൻ്റെ പ്രസൻറ്റിൽ ജീവിക്കണം. അതായത് ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യത്തിന് എനിക്ക് ഫുള്ളി ഹാപ്പി ആയിരിക്കണം. ഞാൻ ചെയ്യുന്നത് എൻ്റെ പാഷൻ ആയിരിക്കണം. ഒന്നാമത് എനിക്ക് പിന്നെ സംസാരിക്കാനും കൂടി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ ജോബിന് വേണ്ടി ഞാൻ അധികം സംസാരിക്കുന്ന കാര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് കുറച്ചും കൂടി
എൻ്റെ ഒരു മിങ്കിൾ ചെയ്യുന്ന ഒരു സംഭവം എനിക്ക് കുറച്ചും കൂടി കൂട്ടി വരണം. ഇപ്പം അധികം ആൾക്കാരോട് മിങ്കിൾ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ വൈബ് കുറച്ച് ഇതായാൽ മാത്രമേ ഞാൻ മിങ്കിൾ ചെയ്യൂ. അല്ലെങ്കിൽ ഞാൻ ഞാൻ എല്ലാവരോടും നൈസായിട്ട് നിൽക്കും, ബട്ട് അതിൽ കൂടുതൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആസ് ഐ വാസ് സെയിങ്, ഞാൻ യൂഷ്വലി ഇങ്ങനത്തെ സംസാരിക്കുമെന്ന് ചോദിച്ചാൽ ചെയ്യും. അതായത് എനിക്ക് കുറേ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, അവരോടെല്ലാം ഞാൻ നല്ല വളവളടിയാണ്. പക്ഷെ ഒരു പെട്ടെന്ന് ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക വെച്ചാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. ഇപ്പോൾ അങ്ങനെ സംസാരിക്കാതെ അല്ല, ഞാൻ ഉള്ളിൽ ഇങ്ങനെ സംസാരിക്കും, ബട്ട് അങ്ങനെ പുറത്ത് സംസാരിക്കുന്ന ആളല്ല. അപ്പം അങ്ങനത്തെ ഒരാൾക്ക് എത്രത്തോളം ഡിഫിക്കൽട്ടാണെന്ന് ആലോചിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബാൽക്കണിയില്ല, ടെറസിലല്ലേ ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് പക്ഷെ ഇന്ന് എനിക്കതൊരു തോട്ടില്ല. ഇന്ന് ഞാൻ എൻ്റെ ഈ ഒരു ഇതിൽ കംഫർട്ടബിളാണ്. അതായത് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഓക്കെ, ആൾക്കാർ കണ്ടാൽ കുഴപ്പമില്ല, അവർ കണ്ടോട്ടെ, കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് തന്നെ എവിടുന്ന് വന്നിട്ടുണ്ട്. അതിപ്പോൾ എപ്പോഴൊന്നും വരില്ല, അതൊന്നാമത്തെ കാര്യം. അത് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കണം. ഇപ്പം നമ്മളെ ലൈഫ് എന്ന് വെച്ചാൽ മൊത്തം ഒരു റോളർ കോസ്റ്റർ ആണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കൂല, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കും. അപ്പോൾ എല്ലാം ഒരു ലെസണിൻ്റെ രീതിക്ക് എടുക്കണം. എനിക്കതാണ് ആഗ്രഹം. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഒരു പാഷൻ ഉണ്ടെങ്കിൽ, ഒരു പാഷൻ നിങ്ങൾക്കത് ചെയ്യണം. നിങ്ങളെ മനസ്സിൽ കുറേ കാലമായിട്ട് ആഗ്രഹം ഉണ്ടാവും, എനിക്ക് അതിനും വേണ്ട, പക്ഷെ ഞാൻ എന്തിനും ഇത് ചെയ്യുന്നത്, എനിക്കിത് ഇഷ്ടമല്ലല്ലോ. ഒരേ ഒരു കാര്യം പറയുന്നുള്ളൂ, നിങ്ങൾക്ക് എന്താണെന്ന് ഇഷ്ടമുള്ളത് അതിപ്പോൾ ഒറ്റ മൈൻഡായിട്ട് ചെയ്തോളുക. ഞാനിപ്പോൾ ഒറ്റ മൈൻഡായിട്ടാണ് ഈ ജോലി കിട്ടിയത്. ഒറ്റ മൈൻഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഒറ്റ മൈൻഡായിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ മനസ്സെന്താണെന്ന് പറയുന്നത് അത് ഒറ്റ മൈൻഡായിട്ട് ചെയ്തു. അതായത് മനസ്സ് പറഞ്ഞ് ചെയ്യുന്നതാണ്. അല്ലാണ്ട് നമ്മൾ പിന്നെ എടുത്ത് ചാടാനല്ല ഞാൻ പറയും. എടുത്ത് ചാടുന്നതിലും ഒറ്റ മൈൻഡിലും വ്യത്യാസമുണ്ട്. അതായത് നമ്മളെ മനസ്സ് കുറേ കാലങ്ങളായിട്ട് നമ്മളോട് പറയുന്നുണ്ടാവും, ഓക്കെ എനിക്കിത് ഇഷ്ടമല്ല, നമുക്ക് തന്നെ അൺകംഫർട്ടബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ തിരിയാത്ത ആൾക്കാരുണ്ടാവും. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ജോലിക്ക് പോകുന്നുണ്ട്, നിങ്ങൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും, എല്ലാം ഓക്കെ ആയിരിക്കും, ആൾക്കാർ ഓക്കെ ആയിരിക്കും, എല്ലാം ഓക്കെ ആയിരിക്കും. പക്ഷേങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടാവും, ഓക്കെ എന്തോ ഒരു ഓഫാണല്ലോ, ലൈഫിൽ എന്തോ ഓഫാണല്ലോ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് എനിക്ക് പറ്റിയ കാര്യമല്ല. അതായത് നിങ്ങൾ അതിൽ ടാലൻറ്റഡ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ടാലൻറ്റിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അതിൽ പാഷൻ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നിങ്ങളെ പാഷൻ കണ്ടെത്തുക, നിങ്ങൾ അതിലേക്ക് വർക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളത് നേടിയെടുക്കുക. അതായത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് റൈസായി വരാം. എനിക്കും ആഗ്രഹമുണ്ട് നല്ലൊരു യൂട്യൂബ് വ്ളോഗർ ആവണമെന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് വ്ളോഗർ ആവണം എന്ന് തന്നെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന നിങ്ങളും ഇപ്പോൾ നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരുമിച്ച് എന്താ പറയുക ഉയർന്നു വരാം. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് കുറച്ച് ഓവറാണെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് ഇങ്ങനെയല്ലേ അതായത് നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ആരും പെർഫെക്റ്റ് ആവില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ തുടങ്ങാൻ വിചാരിച്ച് ഇംപെർഫെക്റ്റ് ആയിട്ട് ഞാൻ തുടങ്ങാമെന്ന് വെച്ചിട്ട് തന്നെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഞാൻ ഔട്ട്രോ അല്ല, ഞാൻ കുറേ നോക്കി, എനിക്കൊന്നും നടക്കുന്നില്ല. One eternity later. So guys, thank you for watching Overthinking Out Loud.